ജന്മിയും കുടികിടപ്പുകാരനുമുള്ള കാലം. നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അന്നം തേടിയിരുന്നവരുടെയും ആ വിയർപ്പിനെ നാണയത്തുട്ടുകളാക്കി മടിശിലയിലും കാൽപ്പെട്ടികളിലും കൂട്ടിവെച്ചിരുന്നവരുടെയും കാലം. കഞ്ഞിയും ചമ്മന്തിയും കാച്ചിലും കപ്പപ്പുഴുക്കും അമൃതുപോലെ ആസ്വദിച്ചിരുന്ന കാലം. അന്നത്തെ മാമ്പൂമണമുള്ള മകരമാസക്കാലത്ത് കണ്ണിമാങ്ങകളും മാമ്പഴങ്ങളും പൊയ്ക്കഴിഞ്ഞ് നാവിൽ വെള്ളം പെരുപ്പിക്കുന്ന ഉപ്പുമാങ്ങകളുണ്ടാകും. ബാക്കിയുള്ളവനൊരു വീഡിയോ വെച്ചാൽ കാണൂല. അതെടുത്ത് വലിച്ചിട്ടേ ഒടുക്കത്തെ ചുമയും കൊരയും. ആ പെരക്ക മുഴുവനും തുപ്പലും തുറലാണ് ഈ തള്ള. എൻ്റെ പൊന്നമ്മേ, നിങ്ങളിത് വലിച്ചിട്ടേ ആ അടുക്കളയും കിടക്കണതൊക്കെ തുപ്പിതാറ്റി നശിപ്പിക്കല്ലേ. എനിക്ക് ബലമായ സംശയമുണ്ട് നിങ്ങൾക്ക് ക്ഷയമാണ് തള്ളേ. ഇങ്ങനെ ഇരുന്ന് ഗുളിയൊരുട്ടാണ്ടേ ആ തോട്ടിപ്പോയി തേച്ചൊരച്ചൊന്ന് തള്ള. ഓ എൻ്റെ പൊന്നോ, ഇതെന്തൊരു ജന്മം. ഓ എല്ലാം പറ്റിക്കലാണ്. എടാ മോനെ, അമ്മ കഞ്ഞിക്ക് വെള്ളം ഇടണോ വേണ്ടേ? ഇവിടെ 1 മണി അരി പോലും ഇല്ല. നിങ്ങൾ അരി മേടിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട് പൊങ്ങിയില്ലേ? അതേ കടയിലിരിക്കണ പറയുന്നു. അപ്പോളേ നിന്റെ അപ്പനല്ല, നമുക്ക് ചെലവിനേരെ ചോദ്യം കേട്ട. അരി ചോദിച്ചപ്പോ അയാളുടെ ഒരു ബഹളം. കൊന്നില്ലെന്നേ ഉള്ളു. 1ഉം 2ഉം അല്ല, 9,000 രൂപയാണ് കൊടുക്കാനുള്ളത്. എന്റെ തള്ളേ, അതെല്ലാം കൂടി ഒറ്റയടിക്ക് അങ്ങോട്ട് കൊടുത്താ പോരെ? കള്ളു കുടിക്കാൻ കയറിയപ്പോ പനയമേന്ന് വീണ് ചത്ത നിന്റെ തന്ത കൊടുക്കുക തുടങ്ങി. ഏത് നേരം ചെളി ഉരുട്ടിക്കൊണ്ട് നിൽക്കുന്ന നീ കൊടുക്കുക. വെള്ളം പണിക്കുമ്പോടാ അവിടെ നീങ്ങിരുന്നടാ. നമുക്ക് ഇത്തിരി വല്ലതും തിന്നണം. അതിനെന്തിനാണ് പണിക്ക് പോണത്? ആകെ 4 വീഡിയോ ഉള്ളൂ, നേരം വിളിപ്പിക്കാനുള്ളതാ. ദേ ഇതിലേ നീളമുള്ള കുറ്റിയുണ്ട്, വലിച്ചോ എന്നിട്ട് ചുമച്ചോ. എനിക്കങ്ങ് വേണ്ട, നീ വലിച്ചു ചാകും. ഓ ചാകുമല്ല പിന്നെന്തിനാ പണിയെടുക്കണ? അപ്പൊ ചാകണവരെ എന്റെ പുള്ളക്കൊന്നും മുണുങ്ങണ്ടേ? വാഗിരിയ തമ്പുരാൻ ഹരിയാൻ തരുമെന്ന് അമ്മ തന്നെയല്ലേ പറഞ്ഞത്? ഇന്നാ അമ്മ വലിക്കമ്മേ. ഒരു ഈഴലത്തോർത്ത് കൊടുത്തേ പൂണൂല് വള്ളിയും പിടിച്ച് പാടത്തും പറമ്പത്തും പണിയെടുക്കണ പെണ്ണുങ്ങളെ നോക്കി നടക്കണ അല്ലാണ്ടേ താഴത്തില്ലത്തെ തിരുമേനി പണിയെടുക്കണത് അമ്മ കണ്ടിട്ടുണ്ടാ? ഇല്ലല്ല. എന്നിട്ടും 10,000-ലായിരിക്കും നെല്ലിനും വല്ല കുറവുണ്ട്. അവർക്കൊക്കെ പാടവും പറമ്പൊക്കെ ഉള്ളതുകൊണ്ടാടാ. സുലൈമാൻ സേട്ടിൻ്റെ വീട്ടുപടിക്ക് കൂടി പോകുമ്പേ നെയ്ച്ചോറിൻ്റെ മണം കേട്ടിട്ടുണ്ടാ? പണിയെടുത്തിട്ടാണാ? നിനക്ക് വട്ടായ? എനിക്ക് വട്ടില്ല, ഇത്തിരിക്കോളം ആഹാരത്തിന് വേണ്ടി പണിയെടുക്കാൻ. കേട്ടാ? അപ്പൊ ഈ വയസ്സാം കാലത്ത് ഞാൻ ചെളി ചവിട്ടി നിന്നെ തീറ്റിപ്പോറ്റണോ അല്ലേ? വേണ്ട, വേണ്ടെന്നേ. പിന്നെ അമ്മ കഞ്ഞിക്ക് വെള്ളം വെച്ചോ, ഞാൻ ദേ ദിപ്പ വരാം. തട്ടുമ്പുറത്തൊരു ബഹളം കേൾക്കുന്നുണ്ടല്ലോ, ഉണ്ടോ? ഏയ്, തിരുമേനിക്ക് തോന്നിയതാവും. വല്ല എലിയോ മരപ്പട്ടിയോ ആയിരിക്കും.
ഇതെവിടെ നിന്നായിരുന്നു? മനക്കലെ പത്തായപ്പുരന്ന് എടുത്തതാ. ഏ എന്റെ ഭഗവതി, നീ കട്ടെടുത്തതാണ്? ആരെങ്കിലും കണ്ടാ? ഇല്ലത്തെ ചന്ദ്രക്കാരൻ മാവി കയറി മച്ചിന്റെ ഓടിളക്കി താഴെ ഇറങ്ങിയെടുത്താണമേ, അല്ലാണ്ട് ഞാൻ കട്ടതല്ല. എന്റെ ഭഗവതി, വിശപ്പ് എന്താണെന്ന് ഭഗവതിക്ക് അറിയാമേ. ഇന്ന് ശാന്തയും മൂനും പുന്നിലിന്റെ കഞ്ഞി കുടിക്കാനാണ് ഭഗവതിയുടെ ഒരിത്. ഞാൻ ആ പത്തായപ്പൊരു അരിയെടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോണ്ടല്ല, എന്താടാ? എൻ്റെ അമ്മേ, ഇത്രയും നല്ലൊരു ഉപ്പുമാങ്ങ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഓ, അതിൻ്റെ ഒരു മണം. ശിവോ, എന്താണമ്മേ? ഈ പുന്നല്ലിന്റെ കഞ്ഞിയും ഉപ്പുമാങ്ങയും ചേർന്നാലുണ്ടല്ലോ എന്റെ പൊന്നു മോനെ. നിനക്ക് രണ്ടൊന്നും എടുത്തുണ്ടായിരുന്നില്ലടാ പൊട്ടച്ചെറുക്ക. അമ്മക്ക് ഉപ്പുമാങ്ങ വേണോ? എനിക്കങ്ങും വേണ്ട. പിന്നെ കിട്ടിയാല് ഇവിടെ ആരുമില്ലേ? ഇവിടെ ആരുമില്ലേന്ന്? അയ്യോ, എന്തിനാണ് എന്റെ മോനെ ഇങ്ങനെ കെട്ടിയിട്ടേക്കണത്? എന്റെ മോനെ അയ്യോ ഭാവിയല്ലേ? പാവം ഇവനെന്താ ചെയ്തിരിക്കണേന്നറിയോ? ഇവനാ താഴത്ത് ഇല്ലത്ത് കയറി അവരറിയാതെ ഉപ്പുമാങ്ങ മോഷ്ടിച്ചിരിക്കുന്നു. മോഷണം മനസ്സിലായില്ലേ? ദേ തൊണ്ടി ഉപ്പുമാങ്ങ. കിണ്ണനാടി നോക്കി നാറെണ്ണം പൊട്ടിച്ചപ്പോ പറയണേ ഇതിനു മുമ്പ് അവൻ അരി മോഷ്ടിച്ചിട്ടുണ്ട്. ആ തൊണ്ടികൾ എടുക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വിശപ്പ് സഹിക്കാൻ പാടില്ല എന്നിട്ടല്ലേ സാറേ എന്റെ മോനെ അങ്ങനെ ചെയ്തത്? കണ്ടിട്ടാണെങ്കിലും മോഷ്ടിച്ചിട്ടാണെങ്കിലും ഇത്തിരി കഞ്ഞിയാണ് അവന് കൊടുത്തോട്ട് സാറേ. ഓ, അപ്പൊ നിങ്ങൾക്കും ഇതിനകത്ത് പങ്കുണ്ടല്ലേ? രണ്ടിനെയും പിടിച്ച് ഞാൻ അകത്തിടും. നടക്കടാ. സാറ്, എൻ്റെ അമ്മയ്ക്ക് ഉപ്പുമാങ്ങയും കൂട്ടി കഞ്ഞി കുടിക്കുന്ന ആഗ്രഹം കൊണ്ടാണ് സാർ ഞാൻ മോഷ്ടിച്ചത്. ഇതിൽ നിന്നൊരു ഉപ്പുമാങ്ങ എൻ്റെ അമ്മക്ക് കൊടുത്തോട്ടെ സാർ.